ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലിനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സെയിൽ വീഡിയോ ഒന്നല്ല കേട്ടോ, ഇന്നൊരു ഗാർഡൻ മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം? മഴ ഉണ്ടോ? ഇവിടെയൊക്കെ മഴ തന്നെയാണ് കേട്ടോ. 2 ദിവസമൊക്കെ വെയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഒരു തട്ടിക്കോട്ട് ഇവിടെ സെറ്റപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എന്താ പറയുക, മുറ്റത്തോട്ട് അങ്ങോട്ട് നോക്കിയാൽ ഒരു അന്തവും കൊന്തവും ഇല്ല. ചെടികളൊക്കെ ഒരുമാതിരി അവസ്ഥ, ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നുക കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഇലച്ചെടികൾ വെച്ചിട്ട് ഒരു ഭാഗ്യെങ്കിലും നല്ല രീതിയിൽ സെറ്റാക്കാമെന്നുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ടായത് നമ്മുടെ പോപ്പിച്ചെടിയാണ് കേട്ടോ. പോപ്പിയുടെ ഒക്കെ ഒരു അവസ്ഥ ഇപ്പോൾ ഇതാണ്, ഒക്കെ ചീഞ്ഞ് പോവാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു, ഒക്കെ പോയി. അപ്പോൾ ഉള്ളതൊക്കെ ഇങ്ങനെ കുത്തി വെച്ച് ചിലത് ഉണ്ടാവണുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് നമ്മളിവിടെ ഇലച്ചെടികൾ മാത്രമായിട്ട് സെറ്റാക്കുകയാണ് കേട്ടോ. ആദ്യം ഇവിടെ വെച്ചിരുന്നത് പൂക്കളുള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ചെടികളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തൽക്കാലം ഇങ്ങനെ അടിച്ച് വാരണുള്ളൂ. പിന്നെ മുറ്റത്ത് മണ്ണിട്ടത് കൊണ്ട് എത്ര ക്ലീൻ ആക്കിയിട്ടും കാര്യമില്ല, മഴ പെയ്ത ആകെ ചളി തെറിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടികളൊക്കെ കഴുകി വെച്ചിട്ടും ഒരു പ്രയോജനം കിട്ടണില്ല. ഇനിയിപ്പോൾ അതൊക്കെ വേനലായിട്ട് തന്നെ നല്ല വൃത്തിയിലാക്കി വെക്കാൻ പറ്റുള്ളൂ. മഴക്കാലത്തിന് പറ്റിയ ചെടികൾ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ തന്നെയാണ്. കാരണം അധികം കെയറിങ് ഒന്നും വേണ്ട, പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവുമൊന്നുമില്ല കേട്ടോ, മറ്റുള്ള ചെടികളെ പോലെ ഒന്നുമല്ല. അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ യൂജീനിയ പ്ലാന്റ് ചെയ്യുന്ന സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതിന്മേൽ വെരിക്കേഷനൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ അവിടുന്ന് ആ ഒരു ചെടി മാറ്റിയിട്ട് ഈ ഒരു 2 പ്ലാന്റ് അവിടെ സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ. നമ്മുടെ സ്നോ റോസാണ്. ഇതിപ്പോൾ പൂക്കളുണ്ടാവും, പക്ഷേ ഇപ്പോൾ പൂക്കളൊന്നുമില്ല, അങ്ങനെ എപ്പോഴൊന്നും പൂക്കൾ ഉണ്ടാവണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്ലാന്റ് തന്നെ ഇവിടെ അങ്ങോട്ട് സെറ്റാക്കി. ഇവിടെ ഒരു ചട്ടിമ്പാടെ കൊള്ളുമോ എന്ന് നോക്കട്ടെ കേട്ടോ. അപ്പം നമ്മളിവിടെ ഫേണൊന്ന് സെറ്റാക്കി നോക്കി, പക്ഷേ അതത്ര ഭംഗി തോന്നിയില്ല കേട്ടോ. അപ്പം ഞാനത് അവിടെ നിന്ന് എടുത്ത് മാറ്റി തന്നെയാണ്. ചട്ടികളൊക്കെ ഒന്ന് കുറച്ച് ഇടവിട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചെടികൾക്കും വേണ്ടേ ഒന്ന് ശ്വാസമൊക്കെ കിട്ടുക. അപ്പം നമ്മൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ സെറ്റാക്കിയിട്ടുള്ളത്. പിന്നെ പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ചിട്ടുള്ളത് കുറച്ച് ഇലച്ചെടികൾ തന്നെയാണ്. അത് വൈറ്റും ഗ്രീനും കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ ഈ ഒരു അരേലിയ പ്ലാന്റ് ഗ്രീനും, പിന്നെ അടുത്ത ലെയർ വൈറ്റും. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു സെറ്റപ്പ്? ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം.